ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. യാ റൂഹി, രാജാധികാരനായ നാഥനിലേക്ക് അനുരാഗത്തിന്റെ ഭാവത്തിലൂടെ റൂഹ് കൊണ്ട് സഞ്ചരിച്ചവരാണ് സൂഫിയാക്കൾ. ഹൂ എന്ന മനോഹരമായ ലഹരിയെ രുചിക്കുന്നത് നിന്റെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുവാനോ ലൗകികമായ ചിന്താ മണ്ഡല തലങ്ങൾ കൊണ്ട് ചിന്തിക്കുവാനോ അസാധ്യമാണ്. അവർ ഹൗഫിനെ വധിക്കുകയും ഇഷ്കിൽ ജനിപ്പിച്ചവരാണ്. നാദാ, ഞാൻ നിന്നെ പ്രേമിക്കുകയാണ്. പരമമായ പ്രേമത്തിന്റെ അധികാരി നീ മാത്രമാണ്. എന്റെ റബ്ബെന്നാൽ ഭയമല്ല എന്നവർ മാരിഫത്തിന്റെ ലോകത്ത് നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ അത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യുവ സൂഫി ഗായകൻ മൻസൂർ പുത്തനത്താണിയുടെ വരികളിലൂടെ ഇതിവൃത്തം ഫനാ. നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണെടോ. എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ്, പേടിയല്ലെടോ. നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണെടോ. എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ്, പേടിയല്ലെടോ. നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണെടോ. എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ്, പേടിയല്ലെടോ. എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ്, പേടിയല്ലെടോ. അബ്ദിനോടെന്നും കാരുണ്യം റാഹിമാണെടോ. പിഴവല്ലോൻക്കും തൗബക്ക് മാപ്പ് തരുമെടോ. അബ്ദിനോടെന്നും കാരുണ്യം റാഹിമാണെടോ. പിഴവല്ലോൻക്കും തൗബക്ക് മാപ്പ് തരുമെടോ. ഇന്നെന്നിലുള്ള
ഇബാദത്ത് സ്വർഗ്ഗത്തെ കൊതിക്കുന്നതും നരകത്തെ നിരോധിക്കുന്നതുമാണെങ്കിൽ ഉടമയായ നാഥനോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ സമർപ്പണമല്ലല്ലോ. ഇവിടെ ഇഷ്ക് മാത്രമാണ്. ആ ഇഷ്ക് ലോകത്തോട് വിളിച്ചു പറയുന്നത് അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണടോ, എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ് പേടിയല്ലടോ, നരകത്തെ മാത്രമോർത്ത് കരയല്ലേടോ, സ്വർഗത്തെ കൊതിച്ചിട്ട് വഴങ്ങല്ലേടോ, സ്വർഗത്തെ കൊതിച്ചിട്ട് വഴങ്ങല്ലേടോ, അവരെ പ്രിയം വെച്ചാൽ അത് മാത്രം മതിയാകടോ. അലിഫ് ലാം ലാം ഹോ അല്ലാഹ് അഹ്മദ് റഹ്മത്തിലെ മുല്ല. അലിഫ് ലാം ലാം ഹോ അല്ലാഹ് അഹ്മദ് റഹ്മത്തിലെ മുല്ല. നിന്റെ റബ്ബല്ല നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണടോ, എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ് പേടിയല്ലടോ. തെറ്റുപറ്റിയവരെ മോശമാക്കുന്നത് നമ്മൾ സ്വയം മികച്ചവരാണെന്ന ധാരണയാണ്. അത് തിരുത്തേണ്ടിയിരിക്കുന്നു. ഏറ്റവും മോശമാണെന്ന് കരുതി യഥാർത്ഥമായ റബ്ബിന്റെ സ്നേഹമായ മീമിനെ നീ തിരിച്ചറിയുക. ആ മീമിലൂടെ മാത്രമാണ് അവൻ പൂർണ്ണമായ റഹ്മത്തിന് വഴിമാറ്റിയിട്ടുള്ളത്. അതിലൂടെ മാത്രമാണ് അവൻ മുഴുവൻ റഹ്മത്തുകളെ ഈ ലോകത്തോട് വെളിവാക്കിയിട്ടുള്ളത്. ഇതിന്റെ സ്നേഹമാണ് പേടിയല്ലടോ, എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ് പേടിയല്ലടോ. നാഥനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് സൂഫിയാക്കൾ അതിന്റെ ശരിയായ രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ വഴി എന്നുള്ളത് ത്വരീഖത്തും കടന്ന് ഹഖീഖത്തിലുള്ള നിധിയാണ്. ആ നിധിയെ നാം സ്വായത്തമാക്കണം. മൺമറഞ്ഞു പോയ അബ്ദുൽ റസാഖ് മസ്താൻ പൊന്നാനി എന്നവർ വിശദീകരിക്കുന്നു. അലിഫ് ലാമിന്റെ കൂടെ അലിഫ് ലാമിലേക്ക് നീ അതിലെ ആ ഒരു മീമിനെ നീ അത് ശരിയായ രൂപത്തിൽ കാണണം. അതിൽ മാത്രമാണ് പൂർണ്ണമായ സ്നേഹത്തിന്റെ ആ ഒരു സ്നേഹം നിലകൊള്ളുന്നത്. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ, അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ, അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ, അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിൻ ഖുർആനിലുണ്ട് സിർറ്, സിർറ് കണ്ടെങ്കിൽ നമ്മിലുണ്ട് ബിർറ്. അലിഫ് ലാമിൻ ഖുർആനിലുണ്ട് സിർറ്, സിർറ് കണ്ടെങ്കിൽ നമ്മിലുണ്ട് ബിർറ്. ബിർറിനാലെ നാം കാണും മുഹമ്മദി, ബർറും ബഹ്റെല്ലാം വാഴ്ത്തും യാ സയ്യിദി. ബിർറിനാലെ നാം കാണും മുഹമ്മദി, ബർറും ബഹ്റെല്ലാം വാഴ്ത്തും യാ സയ്യിദി. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ, അത് മീമായാൽ മാത്രം പൂർണ്ണമായ സ്നേഹത്തെ താമടോ. അത് മനസ്സിലാക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് അവസാനമായി ദുആ ചെയ്തുകൊണ്ട്
ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.